അപ്പോൾ ഇന്നൊരു കുഞ്ഞി ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഇതാ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. എൻ്റെ കസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ ഉണ്ട്. ആദ്യം തന്നെ ഇതാ കുറച്ച് ബലൂൺസ് ആണ്. ഇതിലൊരു 35+ ബലൂൺസ് വരുന്നുണ്ട് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബലൂൺ ഇതാണ്. അതിൻ്റെ അകത്തൊരു സീക്വൻസ് പോലെയൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. ഒരു ബലൂൺ ഒഴിച്ച് ബാക്കി എല്ലാ ബലൂണും വർക്കിംഗ് തന്നെ ആയിരുന്നു. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതിലിതാ ഡബിൾ സൈഡ് ടേപ്പും പിന്നെ അതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ടേപ്പും വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ലെറ്റേഴ്സ് ഒക്കെയാണ് കേട്ടോ. അത് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള റിബണും അതിൽ തന്നെ ഉണ്ട്. അടുത്തത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു നെറ്റിന്റെ ബ്ലൂ കളർ ക്ലോത്ത് ആണ് കേട്ടോ. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സാധനം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ പ്രതീക്ഷിച്ചത്. ഇത് ഫോട്ടോ ബാനർ ആണ്. നമുക്ക് ഈ ഒരു 1 മന്ത് മുതൽ നമ്മുടെ 12th മന്ത് വരെയുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ന്യൂ ബോൺ ഉണ്ട് കേട്ടോ. അങ്ങനെ 13 ഷീറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമുക്ക് വലിയ ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്താലേ നല്ല രസം ഉണ്ടാവുള്ളൂ ഇതിൽ വെച്ചാൽ. സൈഡിലുള്ള ആ ഒരു 2 ഹോളിൽ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൂ റിബൺ യൂസ് ചെയ്തിട്ട് ഹാങ് ചെയ്തിടാനും പറ്റും. ലാസ്റ്റ് ആയിട്ട് ഇതിലൊരു നമ്പർ ബലൂണും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ബർത്ത്ഡേന്റെ ആയതുകൊണ്ട് നമ്പർ 1 ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഇടയിൽ പറയാനൊരു കാര്യം വിട്ടുപോയി. നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഇതിൽ നമുക്കൊരു ലൈറ്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിട്ടില്ലേ, അതേപോലത്തെ ലൈറ്റ്. ഓവറോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ വാങ്ങിക്കേണ്ടവരൊക്കെ വാങ്ങിച്ചോ. പിന്നെ ഞാനൊരു ഫോട്ടോ ബാനർ ഒന്ന് വെട്ടി ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ എയർപോർട്ടിൽ പോവാണ്. നമ്മുടെ ബർത്ത്ഡേ ബോയിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ശരിക്കും എൻ്റെ ബർത്ത്ഡേ ജനുവരിയിലായിരുന്നു. അപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ നമ്മൾ ഓനുള്ള ഗിഫ്റ്റ് വാങ്ങാനാണ് കേട്ടോ പോയത്. ബർത്ത്ഡേ ബോയ്ക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിയിലുള്ള വേറൊരു ബേബിക്കും കൂടി അന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് നമ്മൾ ഡ്രസ്സും ഷൂസും ആണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അവിടെ ഇതാ കുറേ ഡെക്കറേഷണൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സിസർ കണ്ടു. അങ്ങനെ അതും വാങ്ങിച്ചു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. രാത്രിയാണ് കേട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ പരിപാടികൾ വേഗം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ കണ്ട ഒരു കോംബോയിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു നെറ്റ്. അപ്പോൾ അത് ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇതാ ബലൂൺ കംപ്ലീറ്റ് ആയിട്ട് വീർപ്പിച്ചത് ഇവർ രണ്ടുപേരാണ്. അപ്പോൾ ഞാൻ കെട്ടിക്കൊടുക്കും. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം ഞാൻ എൻ്റെതായ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. 2 ബലൂൺ എടുത്തിട്ട് ഇതാ അതിൻ്റെ താഴത്തെ പോർഷന് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ താഴത്ത് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. എന്നെ കൊണ്ട് അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ വേറെ 2 ബലൂണും കൂടി ചെയ്തെടുക്കുക. ഇനി സിമ്പിളാണ്. ആ ഒരു 2 ബലൂണും കൂടി ഇതേപോലെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം ചെയ്തെടുത്ത്. അപ്പോൾ ഇനി ഇത് വാളിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ബർത്ത്ഡേക്ക് ഇതേപോലെ ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എൻ്റെ ബർത്ത്ഡേക്കും അനിയൻ്റെ ബർത്ത്ഡേക്കും ഒക്കെ ഞങ്ങളിങ്ങനെ ഡെക്കറേഷൻ ഒന്നുമില്ല, കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കൊളായോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ലാസ്റ്റ് ലുക്ക് കണ്ടിട്ട് പറയണേ. അങ്ങനെ തന്നെ നമ്മളെല്ലാം ഒരേപോലെ തന്നെ റെഡിയാക്കി. അങ്ങനെ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഞാൻ എന്താ ബലൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാനർ റെഡിയാക്കണം. അത് ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തത്. അങ്ങനെ ഇതാ അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ ബാനർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് വേണം. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റഡി ഏരിയ മേക്ക് ഓവറിൽ ഞാൻ ഈ ഒരു ഫോട്ടോസ് കാണിച്ചപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് പ്രിന്റ് എടുക്കുക, ഏത് സൈസിലാണ് പ്രിന്റ് ചെയ്തത് എന്നൊക്കെ. ഇപ്പം ഞാൻ പ്രിന്റ് ചെയ്തിട്ടുള്ളത് A3 സൈസിലാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു 35-40 റുപ്പീസ് ഒക്കെയാണ് വരിക. ലേസർ പ്രിന്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ A4 സൈസിലാണെങ്കിൽ 25 റുപ്പീസ് ഒക്കെയാണ് വരിക. ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് സ്പേസ് ബാലൻസ് വന്നപ്പോൾ ഞാൻ എമിന്നും കൂടി പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനിതാ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതാ ഫോട്ടോ ബാനറിലേക്ക് എല്ലാം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റിബൺ പോലെ കിട്ടിയെന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പിന്നെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഫോണിലെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഒരാൾ ദുബായിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ നമുക്ക് പെട്ടി പൊട്ടിക്കണ്ടേ. അങ്ങനെയൊക്കെ പെട്ടിയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇപ്പോഴും ഗിഫ്റ്റ് ഒന്നും റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ വേഗം തന്നെ പോയിട്ട് ഗിഫ്റ്റ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എമ്മിൻ്റെ 3 ഫോട്ടോസ് ഇതേപോലെ ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ്. ഒരു ഷൂവും പിന്നെ അതേപോലെ ഷർട്ടും പാൻറ്റും ആയിരുന്നു. അതൊക്കെ ഞാൻ ഇതേപോലെ റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തു. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന ബോക്സ് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് എടുത്തു തരുന്ന എൻ്റെ ചെറിയ കസിനാണ് കേട്ടോ. അതാണ് ക്യാമറയൊക്കെ
വന്നപ്പോഴേക്കും ഇങ്ങനെ, പിന്നെ എനിക്ക് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ നേരത്തെ കാണിച്ച ഫോട്ടോസ് ഇതിൻ്റെ മേലെ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വേഗം പോയിട്ട് ഇതാ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. മലപ്പുറം അടുത്തുള്ളൊരു ഇൻസ്റ്റാ പേജ് തപ്പി പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത്. ടേസ്റ്റി ബേക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നായിരുന്നു കേക്ക്. നേരത്തെ 2 കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി. ഒന്ന് ഇതാ നമ്മുടെ ഒരു നമ്പർ ബലൂൺ ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബലൂണിന്റെ മുകളിൽ കൂടി നമ്മൾ ലൈറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയായിരുന്നു നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ബർത്ത്ഡേ ബോയ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.